അപ്പോൾ ഇന്നും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും പിന്നെ നമ്മുടെ പാവം പ്രവാസികൾക്കും എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും തീർച്ചയായും സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് ഞാൻ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നല്ല വെള്ള കളർ ഇഡ്ഡലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഹൈപ്പ് ചെയ്ത് ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നമ്മുടെ സൂര്യഭഗവാൻ വന്ന് നല്ല അടിപൊളിയാണ് കേട്ടോ. സൂര്യഭഗവാൻ ഇങ്ങനെ വെട്ടമൊക്കെ വരുമ്പോൾ അപ്പോൾ മുറ്റം അടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ ഗൗരിയും പാറും എന്തായാലും അല്ല, പാവം ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ തേജുക്കുട്ടനായിരുന്നു. ഞാൻ വീഡിയോയ്ക്കകത്ത് ഷോർട്സിൽ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ തേജു എല്ലാം വൃത്തിയാക്കി അതിൻ്റെ തൊട്ടുപുറകെ മഴയും കാറ്റൊക്കെ വന്ന് മൊത്തം കരിയിലാക്കിയെന്ന്. അതാണ് എന്തായാലും തേജു അവിടെ എല്ലാം അങ്ങ് ചടപടാന്ന് പറഞ്ഞ് എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി കരിയില കൊണ്ട് അങ്ങ് അയ്യത്തിട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിലോട്ട് ഓടിപ്പോയി. നമുക്ക് ചായ ഇടണം. പിന്നെ ഇഡ്ഡലിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇഡ്ഡലി നല്ല അടിപൊളി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും സോഫ്റ്റ് ഇഡ്ഡലി ഞാൻ ചെയ്യുന്നത്. സാധാരണ സോഫ്റ്റ് കിട്ടും, പക്ഷേ ഇത്രയും സോഫ്റ്റായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ. കുറേ വീഡിയോ ഒക്കെ കണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ കൊല്ലത്ത് പോയപ്പോൾ എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നെ കേട്ടോ, നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ആ അരി ഉഴുന്നൊക്കെ അങ്ങോട്ട് ഇട്ട് നിങ്ങളെ നോക്കിയപ്പോൾ നല്ല അതിപോലെ തന്നെ നല്ല പഞ്ഞു പോലായി. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ നേരം ചേട്ടാ. അപ്പോൾ ഇഡ്ഡലിയുടെ അളവ് ഞാൻ കറക്റ്റ് പറയാവേ. 2.5 നാഴി പച്ചരി, സാധാരണ പച്ചരി കേട്ടോ. ഈ ഒട്ടുന്ന പച്ചരി ഇട്ടു അത് വാങ്ങിക്കരുത്. ഞാനിത് റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ, നല്ല അടിപൊളി പച്ചരിയാണ്. 2.5 നാഴി പച്ചരി, വെറും 1/2 നാഴി ഉഴുന്ന്, ഉലുവയിടണ്ട ഒന്നും ഇടണ്ട, 1/2 നാഴി മതി കേട്ടോ. എന്നിട്ട് ഞാൻ അത് പിന്നെ ഇനി വേണ്ടത് നമ്മുടെ വെള്ള അവലാണ്. മറ്റേ ബ്രൗൺ കളറിലെ അവല് പറ്റത്തില്ല, വെള്ള കളറിലെ അവല് തന്നെ വേണം. അതൊരു നാഴി അവല് വേണം. നാഴി അവല്, 1/2 നാഴി ഉഴുന്ന്, 2.5 നാഴി പച്ചരി, ഇതാണ് കറക്റ്റ് അളവ്. അപ്പോൾ അവല് മാത്രം വെള്ളം ഒഴിച്ച് വെക്കണ്ട, അത് നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. അരി ഉഴുന്നും വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്തതിന് ശേഷം 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരയ്ക്കാം. ഈ അരയ്ക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് അവലിനകത്ത് വെള്ളം ഒഴിച്ച് കുതിർത്ത് അങ്ങോട്ട് വെച്ചാൽ മതിയാകും. അല്ലാതെ അതിനു മുമ്പ് വേണ്ട. പിന്നെ എല്ലാത്തിൻ്റെ അരി ഉഴുന്നിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ അവലും കൂടെ നല്ലതുപോലെ അരച്ച് നല്ല റെഡിയാക്കി ഞാൻ ഇന്നലെ രാത്രി തന്നെ വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഇഡ്ഡലി എടുക്കാൻ പോയപ്പോഴാണ് ഇത് മാവ് അങ്ങോട്ട് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല കിഡിലനായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ആ മാവ് കാണാൻ തന്നെ നല്ല വെള്ള കളറായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടില്ലായിരുന്നു ഇന്നലെ രാത്രിയിൽ അരച്ചപ്പം. ഞാൻ ഇന്ന് രാവിലെയാണ് ഉപ്പിടുന്നത്, അല്ലെങ്കിൽ ഭയങ്കര പുളിയാവും കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഗ്രൈൻഡർ ഞങ്ങളുടെ കടയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മിക്സിക്കകത്താണ് ഞാൻ അരച്ചത്. മിക്സിക്കകത്ത് അരയ്ക്കുമ്പോൾ ചിലർ പറയും ഐസ് വെള്ളം ഒഴിക്കണമെന്നൊക്കെ പറയും, പക്ഷെ ഞാൻ ഒഴിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി നോക്കണം കേട്ടോ, എന്താ സംഗതി നല്ലതാണോ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഓരോ തട്ടിൽ എണ്ണ തടവിയിട്ടാണ് ഇഡ്ഡലി വെച്ചത് കേട്ടോ. സാധാരണ അലൂമിനിയം പാത്രത്തിലാണെങ്കിൽ ഞാൻ എണ്ണ തടവത്തില്ല, ഈ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ എണ്ണ തടവിയിട്ട് ഇഡ്ഡലി അങ്ങോട്ട് കോരി അങ്ങോട്ട് വെക്കുക. അപ്പോൾ ചിലവരൊക്കെ ഇത് കണ്ടിട്ട് പറയും, ഈ ഇഡ്ഡലി വെക്കുന്നതിന് ഇത്രയും നീട്ടി പറയണോ, അതിൻ്റെ ആവശ്യം എന്തോ, വെറുതെ അങ്ങ് കാര്യം പറഞ്ഞാൽ പോരെന്ന്. പക്ഷേ നീട്ടി പറയണേ. ഒരു ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇച്ചിരി ലോങ് ആയിട്ടിരിക്കണം കേട്ടോ. ഒരു 4 മിനിറ്റെങ്കിലും ഞങ്ങൾക്ക് കുറഞ്ഞത് വേണം, അല്ലെ പിന്നെ അത് ഷോർട്സ് ആയി പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നീട്ടി പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്ന് മക്കളെ, നല്ല സൂപ്പറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, നല്ല കിഡിലനാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇഡ്ഡലിയുടെ റെസിപ്പിയും ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സാമ്പാറും കൂടെ റെഡിയാക്കാവേ. ഒരു കുഞ്ഞനൊരു സാമ്പാറും കൂടെ ചെയ്ത് തരാം. അപ്പോൾ സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആയി. ഇതേണ്ട ഞാനൊരു 3 ഇഡ്ഡലി എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് 3 സാധാരണ 2 ഞാൻ കഴിക്കുന്നത്. ഇന്ന് ഞാൻ 3 കഴിച്ചേട്ടാ. ഇതിപ്പോൾ 10 കഴിച്ചെന്ന് പറഞ്ഞാൽ വയറ് നിറയത്തില്ല. അതുപോലെ സോഫ്റ്റ് ചെറുതിയ ഇഡ്ഡലിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കിഡിലൻ സാമ്പാറുമായിട്ട് ഞാനങ്ങോട്ട് കഴിക്കാൻ പോകുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓടി വരണം. അതുപോലെ തന്നെ ഈ അളവിൽ തന്നെ എല്ലാവരും ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. ഞാൻ നോക്കട്ടെ, കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അളവ് ഒന്നുകൂടി എഴുതി ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ പ്രവാസികൾക്ക് സുരക്ഷിത
സുഖകരമായിട്ടിരിക്കാനും സുരക്ഷിതരായിട്ട് നാട്ടിൽ വരാനും എല്ലാവരും ഒന്ന് ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.